ഹായ്, നമുക്കിന്നൊരു നല്ല ക്രിപ്സിയായ ദോശ ഉണ്ടാക്കിയാലോ. നല്ല ഞെരിഞ്ഞ ദോശ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ഹോട്ടലത്തെ ദോശയൊക്കെ മാറി നിൽക്കും ഈ ദോശേൻ്റെ മുന്നിൽ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത് കണ്ടോ, നല്ല ക്രിപ്സിയല്ലേ. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഉഴുന്നെടുത്തത്. അത് ഉഴുന്നാണ് കേട്ടോ, പകുതി ഉഴുന്നല്ല. അപ്പം ഒരു ഗ്ലാസ് മുഴുവനും ഉഴുന്നെടുത്തിക്കണേ. അതിനനുസരിച്ചിട്ട് 3 ഗ്ലാസ് പച്ചരി എടുക്കുക. അതാണ് അതിൻ്റെ കണക്ക്. പകുതി ഉഴുന്നിൻ്റെ ആണെങ്കിൽ നിങ്ങൾ 1.5 ഗ്ലാസ് എടുത്താൽ മതി. ഇത് ഉഴുന്നതിനെ കൊണ്ട് ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതിൽ കുറച്ച് ഇട്ടാൽ മതി. അല്ലാതാണെങ്കിൽ കുറച്ച് അധികം ഇട്ടോളി. കുറച്ച് അധികം എന്ന് പറയാൻ ഓവറാവേണ്ട, അധികം. എന്നിട്ട് നന്നായിട്ട് കഴുകി എല്ലാം കൂടി 3 കൂടി നന്നായി കഴുകി കുതിർക്കാൻ വെക്കുക. ഒരു 5-6 മണിക്കൂർ കുതിർത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് ചോറാണ് ഇടുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് ഇനിയും കൂടണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് ചോറിടണേ. ക്രിപ്സിനെസ് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് 3/4 ഗ്ലാസ് ഇട്ടത്. എന്നിട്ട് നന്നായി എല്ലാം കൂടി യോജിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായി കലക്കി യോജിപ്പിക്കാം. ഒരു കയ്യിലെടുത്തിട്ട് നന്നായി കലക്കാം. നല്ലോണം ഇളക്കി എല്ലാം മിക്സ് ആവുന്നത് വരെ ഇളക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണേ. അത് കണ്ടില്ലേ, നന്നായി പൊന്തി വന്നത് കണ്ടില്ലേ. എന്നിട്ട് അതിലേക്ക് ഉപ്പിടാം. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ടൊരു തവ അപ്പത്തിനേക്ക് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ഓരോരോ ദോശ നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റായ അടിപൊളി ദോശയാണ്. ഉണ്ടാക്കി നോക്കണം എന്തായാലും. ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ പറയും വേണേ. നന്നായി ഇളക്കുക. ഓവർ വെള്ളമില്ലാണ് കേട്ടോ അടിച്ചൊക്കെ എടുക്കേണ്ടത്. ദോശൻ്റെ ഒരു ഇതില്ലേ, അളവ് വെള്ളത്തിന്